പ്രൊബോസീഡിയ എന്ന സസ്തനി കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് ആന. ഈ ജന്തു വിഭാഗത്തിൽ ഇന്ന് വംശനാശം നേരിടാതെ ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക ജീവിയാണ് ആന. ഇന്ന് 3 ആനവംശങ്ങൾ നിലവിലുണ്ട്: ആഫ്രിക്കൻ ബുഷ് ആന, ആഫ്രിക്കൻ കാട്ടാന, ഏഷ്യൻ ആന. മറ്റ് ആനവംശങ്ങൾ കഴിഞ്ഞ ഹിമയുഗത്തിന് ശേഷം ഏകദേശം 10,000 വർഷം മുമ്പ് നാമാവശേഷമായി പോയി. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക മണ്ഡലത്തിൽ ആനകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ആനയെ ഇന്ത്യയുടെ പൈതൃക മൃഗമായി 2010 ഒക്ടോബർ 22-ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. എന്തായാലും നമുക്ക് ആനകളുടെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. കരയിൽ വസിക്കുന്ന സസ്തനികളിൽ ഏറ്റവും വലിയ ജീവികളാണ് ആനകൾ. ആനകളുടെ മൂക്കും മേൽചുണ്ടും ചേർന്ന തുമ്പിക്കൈ വളരെ ഉപകാരമുള്ള ഒരു ഉപകരണം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് 40,000-ലധികം പേശികൾ ഉണ്ട്. ചെറിയ പുല്ലുകൾ മുതൽ വലിയ മരക്കൊമ്പിലെ ചില്ലകൾ വരെ പറിച്ചെടുക്കാനുള്ള കഴിവ് ആ തുമ്പിക്കൈക്കുണ്ട്. വളരെ വലിയ മരങ്ങൾ വരെ ആനകൾ തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് പിഴുതെറിയാറുണ്ട്. വെള്ളം കുടിക്കുന്നതിനും അതുപോലെ ആനകൾ നീന്തുമ്പോൾ വളരെ ആഴത്തിൽ നീന്തുന്നതിനു വേണ്ടിയും ഈ തുമ്പിക്കൈ പൊക്കി പിടിച്ചുകൊണ്ട് ശ്വാസമെടുത്ത് നീന്താൻ ആനകൾക്ക് സാധിക്കും. മറ്റ് ഇരപിടിയന്മാരായ ജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ആനകൾ തുമ്പിക്കൈ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും ആനകളെ കടുവകൾ ആക്രമിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ആനക്കുട്ടികളെ ആക്രമിക്കാൻ വരുമ്പോൾ തള്ളയാനകൾ തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് കടുവയെ ഞെരുക്കി വലിച്ചെറിയാറുണ്ട്. ആനയെ കടുവ ആക്രമിക്കുന്ന കഥകളാണ് നമ്മൾ കൂടുതൽ കേൾക്കാറുള്ളത്. അതിന് കാരണം ഇത്രയും വലിയ ആനയെ കടുവ കീഴ്പ്പെടുത്തി എന്നുള്ളൊരു അതിശയകരമായ ചിന്തയില്ലേ, ആ ഒരു ചിന്തയാണ്. ബലഹീനരല്ലാത്ത ആനകളെ കടുവകൾ ഉപദ്രവിക്കാൻ പോകാറില്ല. അങ്ങനെ ഉപദ്രവിക്കാൻ പോയാൽ കടുവയുടെ കാര്യം തീരുമാനമാകും. അത് നല്ലപോലെ കടുവയ്ക്ക് അറിയാം. കടുവ മാത്രമല്ല, കാട്ടിലെ രാജാവായ സിംഹമായാലും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഒരടി പുറകോട്ട് മാറിയേ സിംഹമായാലും നടക്കാറുള്ളൂ. അതുപോലെ ആനകൾ അവരുടെ അത്ഭുതകരമായ ഓർമ്മയ്ക്ക് പേര് കേട്ടവരാണ്. വർഷങ്ങളോളം ജലസ്രോതസ്സുകളുടെയും സുരക്ഷിത പാതകളുടെയും സ്ഥാനം അവർക്ക് ഓർത്തിരിക്കാൻ കഴിയും. കാട്ടിൽ വരൾച്ച ഉണ്ടാകുന്ന കഠിനമായ സമയങ്ങളിൽ അതിജീവനം നടത്താൻ ഈ ഒരു കഴിവ് ആനയെ സഹായിക്കാറുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും ഒരുപക്ഷെ മനുഷ്യരെ പോലും ഓർത്തിരിക്കാനുള്ള കഴിവ് ആനകൾക്കുണ്ട്. പരസ്പരം ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കാത്ത ലോ ഫ്രീക്വൻസി ഇൻഫ്രാ സൗണ്ടുകൾ പുറപ്പെടുവിക്കാനുള്ള കഴിവുകൾ ഇവയ്ക്കുണ്ട്. ഏകദേശം 10 കിലോമീറ്റർ വരെ ആശയവിനിമയം നടത്താൻ ഈ ആനകൾക്ക് കഴിയും. ദൂരെയുള്ള ശബ്ദങ്ങളും ചലനങ്ങളും കണ്ടുപിടിക്കാൻ നിലത്ത് അനുഭവപ്പെടുന്ന വൈബ്രേഷൻ കാലുകൾ വഴി തിരിച്ചറിയാനും സാധിക്കും. ആനകൾ സാമൂഹ്യ ജീവികളാണ്. ഇവ താമസിക്കുന്നത് ഹെർഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന അടുത്ത കുടുംബ ഗ്രൂപ്പുകളിലാണ്. മാട്രിയാർക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും പ്രായമുള്ള പെണ്ണാനയുടെ നേതൃത്വത്തിലാണ് ഈ കൂട്ടങ്ങൾ വസിക്കുന്നത്. ഈ കൂട്ടങ്ങൾ വളരെ കരുതലുള്ളവരാണ്. അതുപോലെ ആനകൾ പരസ്പരം ശക്തമായ ബന്ധം നിലനിർത്തുന്നു. മനുഷ്യർക്ക് സമാനമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ചുരുക്കം ചില മൃഗങ്ങളിൽ ഒന്നാണ് ആന. ഉദാഹരണത്തിന്, ആനകളുടെ കൂട്ടത്തിലെ മറ്റൊരു ആന മരിച്ചതിനെ ഓർത്ത് ഇവർ വിലപിക്കാറുണ്ട്. അവരുടെ ഗ്രൂപ്പിലെ ഒരംഗം മരിച്ചാൽ അവർ ശവശരീരത്തിന് ചുറ്റും കൂടുകയും തുമ്പിക്കൈ കൊണ്ട് അസ്ഥികളിൽ മൃദുവായി സ്പർശിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഇലകളോ ശാഖകളോ കൊണ്ട് മൂടുകയും ചെയ്യും. തങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് ആദരവ് നൽകുന്നത് പോലെ വർഷങ്ങൾക്ക് ശേഷം അവർ അതേ സ്ഥലത്തേക്ക് മടങ്ങി വരുമെന്നും പറയപ്പെടുന്നു. പ്രകൃതിയിൽ ആനകൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. പരിസ്ഥിതിയെ രൂപപ്പെടുത്താൻ സഹായിക്കുന്നതിനാൽ അവരെ പലപ്പോഴും ഇക്കോസിസ്റ്റം എഞ്ചിനീയർമാർ എന്ന് വിളിക്കുന്നു. വരണ്ട കാലങ്ങളിൽ ആനകൾ വെള്ളത്തിനായി കുഴികൾ ഉണ്ടാക്കാറുണ്ട്. ഇത് മറ്റു മൃഗങ്ങളെയും വെള്ളം കണ്ടെത്താൻ സഹായിക്കാറുണ്ട്. ഒരു ദിവസം ഏകദേശം 50 കിലോമീറ്റർ നടക്കുന്ന ആനകൾ ഇടുന്ന ആനപ്പിണ്ടം ചെടികൾക്ക് വളമാകാറുണ്ട്. ചെടികൾ എന്ന് പറയുമ്പോൾ മരങ്ങൾക്കും ചെടികൾക്കും പുല്ലുകൾക്കും ഒക്കെ വളരെ വളമാകാറുണ്ട്. അതുപോലെ ചെടികളെയും മരങ്ങളെയും പുല്ലുകളെയും ഒക്കെ വളരാൻ സഹായിക്കുന്ന വിത്ത് ഈ ആനപ്പിണ്ടത്തിൽ ഉണ്ടാകും. പ്രകൃതിയിൽ ആനകൾ ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കാട് ഇതുപോലെ ആയിരിക്കില്ല. ആനകളുടെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിലൂടെ നോക്കി സ്വയം തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട്. ഇത് ചില കുരങ്ങുകൾക്കും അതുപോലെ ഡോൾഫിനുകൾക്കും മാത്രമുള്ള കഴിവാണ്. കാട്ടിൽ ഇത്ര സുഖമായും സൗകര്യമായി ജീവിക്കേണ്ട ഒരു ജീവിയെയാണ് നമ്മൾ അടിമകളാക്കി ഇവിടെ കൊണ്ടു നടക്കുന്നത്. സ്വതന്ത്രമായി കാട്ടിൽ നടക്കുന്ന ആനയെ കാണാൻ നാട്ടിൽ ചങ്ങലിട്ട
ചങ്ങലയിട്ട് ബന്ധിച്ച ആനകളെ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.